ഹായ്, മിൻഹാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കൊണ്ടോട്ടിയിൽ 3rd ഫ്ലോറിൽ നടക്കുന്ന വർക്കാണ് കേട്ടോ. 3rd ഫ്ലോറിൽ ഒരു 9 അപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ 3 ഫ്ലോറും ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൈലറ്റുമാരും അതേപോലെ തന്നെ ഹെയർ ഹോസ്റ്റേഴ്സൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കാറുകളുടെ മേലേക്ക് ഒന്നും വീഴാൻ പാടില്ല. അതേപോലെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുറേ സ്ഥലത്ത് നമുക്കത് കട്ട് ചെയ്യാനും പൊട്ടിക്കാനൊക്കെ ഉള്ളതുണ്ട്. ഓൾറെഡി അവർ പാരപ്പറ്റൊക്കെ കെട്ടി വെച്ചതുകൊണ്ട് തന്നെ അതിൽ പല ഭാഗത്തും കട്ട് ചെയ്തിട്ട് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു വർക്കായി മാറിയിട്ടുണ്ട്. നമ്മൾ പുതുതായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. നിലവിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് താഴെ ആളുകൾ താമസിക്കും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉത്തരവാദിത്തം കൂടും കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളിത് സ്റ്റാർട്ടിങ് ആയിരുന്നു അവിടെ. ഈ 3 നിലയുടെ മുകൾ ഭാഗത്തേക്ക് 4ാമത്തെ നിലയിലേക്ക് മെറ്റീരിയൽസ് കംപ്ലീറ്റ് എത്തുകയും വേണം. ദെൻ അവിടെ നിന്നുള്ള ഓരോ കാര്യങ്ങളും അത്രയും ശ്രദ്ധിച്ച് ചെയ്യാൻ വേണം. ഒരുപാട് ഒച്ചയും ബഹളവും ഒന്നും ചെയ്യാനും പാടില്ല. കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വന്ന് കിടന്നുറങ്ങുന്ന ആളുകളുണ്ടായിരിക്കും. താഴെ ഒക്കെ ഓഫീഷ്യൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ വർക്ക് ഓരോന്നും ചെയ്തുകൊണ്ട്. കണ്ടോ, ഫ്ലൈറ്റ് പോകുന്നത് കണ്ടോ, എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. കോഴിക്കോട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ സൈറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടോട്ടി, കോഴിക്കോട് ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കുകളോ ബിൽഡിംഗ് വർക്കുകളോ എന്തുണ്ടെങ്കിലും മിൻഹാജ് ബിൽഡേഴ്സിനെ സമീപിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഓരോ വർക്കിൻ്റെയും അപ്ഡേഷൻസ് അതത് ഗ്രൂപ്പുകളിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓണർമാരും അതേപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടിയിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഡെയിലി അപ്ഡേഷൻസ് നമ്മൾ എന്തൊക്കെയാണോ അവിടെ ചെയ്യുന്നത്. ചിലതൊക്കെ റിനോവേഷൻ വർക്ക് ഇതുപോലുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫൈനലി ഇത് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ എന്താ ചെയ്തതെന്നൊന്നും ഇവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. ചില കാര്യങ്ങൾ ചിലപ്പോൾ അഡീഷണൽ വർക്കുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കും ഗ്രൂപ്പിൽ. പക്ഷേ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ കണക്കോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ചിലപ്പോൾ അവർക്ക് അത് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് ഡെയിലി അപ്ഡേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അതേപോലെ തന്നെ വർക്ക്. ഇതിൻ്റെ ഔട്ട് സൈഡ് കംപ്ലീറ്റ് ലാറ്ററൈറ്റാണ് ചെയ്യുന്നത്. ഇൻസൈഡിലാണ് സോളിഡ് ബ്ലോക്ക് ചെയ്യുന്നത് കേട്ടോ. നിലവിൽ പാരപ്പറ്റിൻ്റെ പോർഷൻസും അങ്ങനെയാണ് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓണറുടെ നിർദ്ദേശപ്രകാരം ഔട്ട് സൈഡ് കംപ്ലീറ്റ് വിട്ടതിലും ഇൻസൈഡിൽ സോളിഡ് ബ്ലോക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കുകളും എല്ലാ ക്ലയൻസും സാറ്റിസ്ഫൈഡ് ആണ്. ആർക്കും യാതൊന്നും പറയാനില്ലാത്ത വിധമാണ് നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി. അതുപോലെ തന്നെ ടൈം ബൗണ്ടഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം വർക്കുകൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് മിൻഹാജ് ബിൽഡേഴ്സിനെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ കൊടുക്കുവാനുണ്ടെങ്കിൽ അതും, നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് സ്ഥലങ്ങൾ ഇന്ന സ്ഥലത്ത് വേണമെന്നുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മിൻഹാജ് ബിൽഡേഴ്സിനോട് സമീപിക്കാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ, അതിന് വേണ്ടിയിട്ടുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. കോൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഡാറ്റ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടായിരിക്കുക. കാരണം ചിലപ്പോൾ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3-4 നമ്പറുണ്ട് ആ ബോർഡിൽ നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അതേപോലെ തന്നെ റിസോർട്ടുകൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും റെൻറ്റിന് കൊടുക്കാൻ പറ്റാവുന്ന റിസോർട്ടുകൾ താല്പര്യമുണ്ട് വയനാട് അതേപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം മേടിച്ച് നിങ്ങൾക്ക് അവിടെ റിസോർട്ടുകൾ ചെയ്ത് തരുന്നതായിരിക്കും. അത്തരം ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് മിൻഹാജ് ബിൽഡേഴ്സിനെ സമീപിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ താഴത്തുനിന്ന് എല്ലാ മെറ്റീരിയൽസും മേലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയൊരു കടമ്പയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിലുള്ളത്. അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷീറ്റ് ഇറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ പറഞ്ഞത്, നിലവിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബിൽഡേഴ്സിന് ഒത്തിരി ഉത്തരവാദിത്തം കൂടുതലായിരിക്കും. നമ്മൾ വിചാരിക്കാത്ത കുറേ വർക്കുകൾ ചിലപ്പോൾ വരും. ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് വീഴാൻ പാടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മിൻഹാജ് ബിൽഡേഴ്സിനെ സമീപിക്കാവുന്നതാണ് കേട്ടോ. A to Z പ്ലാൻ വരക്കുന്നത് മുതൽ
വാസ്തുപ്രകാരം പ്ലാൻ വരക്കുന്നത് മുതൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ചാവി ഏൽപ്പിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും മിൻഹാജ് ജുവലേഴ്സ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ എല്ലായിടത്തും ആ ഒരു സർവീസ് ലഭ്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട കോൺട്രാക്ടേഴ്സിനെ നിങ്ങൾ വർക്ക് ഏൽപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുവാണ് നമുക്ക്, പക്ഷേ മിൻഹാജ് ജുവലേഴ്സിൻ്റെ ഒരു സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസൾട്ടിങ്ങും മിൻഹാജ് ജുവലേഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളത് ചെയ്യാറില്ലായിരുന്നു, ഇപ്പോൾ വിചാരിച്ചു നമുക്ക് അതും കൂടി ചെയ്യാമെന്നുള്ളത്. കാരണം പലർക്കും ചിലപ്പോൾ അവരുടെ തൊട്ടടുത്തുള്ള ആളുകളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ചിലർക്കും അങ്ങനെ ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടാവും. അതായത് അവരെ മാറ്റി നിർത്താൻ പറ്റാത്ത ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അവർ പറയും ഞങ്ങൾ ചെയ്യുന്ന വർക്കിനെ നിങ്ങൾ ഒന്ന് വന്ന് കൺസൾട്ട് ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മിൻഹാജ് ജുവലേഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ.